നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഡാനി ഒൽമോയുടെയും പാവ് വിക്ടറുടെയും കേസിൽ വീണ്ടും FC ബാഴ്സലോണയ്ക്ക് മുട്ടൻ പണി കിട്ടിയ മട്ടാണ്. അവരെ രജിസ്റ്റർ ചെയ്തതിൽ സുപ്രധാനമായ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് VIP സീറ്റ് 100 മില്യൺ യൂറോസിന് വിറ്റിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതാണ് ആ ഫെയർ പ്ലേ FFP റൂള് അങ്ങ് മറികടക്കാൻ ബാഴ്സലോണയെ സഹായിച്ചത്. പക്ഷേ ഇപ്പോൾ ലാലിഗ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. ബാഴ്സലോണ കൊടുത്ത ഡോക്യുമെൻറ്റേഷനിലും മറ്റും ആ ഒരു ഫൈനാൻഷ്യൽ കാൽക്കുലേഷൻസിൽ ഈ 100 മില്യൺ യൂറോ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഫലം എന്താണ്? FFPയിൽ ബാഴ്സലോണ വീണ്ടും പുറത്തു പോകുന്ന സ്ഥിതിവിശേഷം വരും. വല്ലാതെ സാലറി ക്യാപ്പ് റെഡ്യൂസ്ഡ് ആവും. ഈ രണ്ട് താരങ്ങളുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലേക്ക് മാറിയിരിക്കുകയാണ്. കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ ലാലിഗ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. ബാഴ്സലോണയുടെ പുതിയ ഓഡിറ്റർ ക്ലൗസ് പെയിന് അവരുടെ അസസ്മെൻറ്റിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന് 100 മില്യൺ യൂറോയുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. വാർത്ത ഇങ്ങനെയാണ്: ലാലിഗ സേ ദി ന്യൂ ഓഡിറ്റർ ഓഫ് ബാഴ്സ ഡിഡ് നോട്ട് റൈറ്റ്ലി കാൽക്കുലേറ്റ് ദി 100 മില്യൺ യൂറോ ഫ്രം ദി സെയിൽ ഓഫ് VIP സീറ്റ്സ്. ബാഴ്സ ആർ ഓൺസ് അഗെയിൻ ഔട്ട് ഓഫ് ഫെയർ പ്ലേ. അപ്പോൾ ഇത് ഡാനി ഓൽമോയുടെയും പാവ് വിക്ടറുടെയും രജിസ്ട്രേഷൻ നടത്താനുള്ള അവരുടെ കപ്പാസിറ്റി ഇപ്പോൾ താഴേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും അടുത്ത സമ്മറിലേക്കും അവരുടെ ടീമിൻ്റെ ഫെയർ പ്ലേയിൽ ഇതൊരു വിഷയമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇതൊരു മേജർ തിരിച്ചടിയാണ്. ബാഴ്സലോണ ഇനി എന്ത് ചെയ്യും ഇതിനെ മറികടക്കാൻ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആസ് എ റിസൾട്ട് ബാഴ്സ ആർ വൺസ് അഗെയിൻ എക്സീഡിങ് ദി FFP ആൻഡ് ഡോണ്ട് ഹാവ് ദി 1:1 റൂൾ, സ്റ്റിൽ നീഡിങ് ദോസ് 100 മില്യൺ യൂറോ. അപ്പോൾ ഇനിയും ആ ഒരു 100 മില്യൺ യൂറോയുടെ ഷോർട്ടേജ് ഉണ്ട്. കാര്യങ്ങൾ അവതാളത്തിലാകുന്നു. ബാഴ്സലോണയ്ക്ക് മറ്റൊരു തിരിച്ചടി കിട്ടിയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ എങ്ങനെ ബാഴ്സലോണ മറികടക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.